Hi friends, here I am going to present the first module of DC machine and transformer as per KTU syllabus. നമ്മളിവിടെ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ബിടെക്കിൽ സെമസ്റ്റർ 3 DC മെഷീൻ ആൻഡ് ട്രാൻസ്ഫോമർ അതിൻ്റെ കോഡ് EE205 പാർട്ട് 1 ആണ്. അതായത് ഫസ്റ്റ് മോഡ്യൂളിൽ പാർട്ട് 1 ആണ് ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് സിലബസ് ഒന്ന് പരിചയപ്പെടാം. ഇതാണ് KTU സിലബസ് പ്രകാരം ഫസ്റ്റ് മോഡ്യൂളിൻ്റെ സിലബസ്. ഓക്കെ, ഇവിടെ ഫസ്റ്റിൽ നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് പ്രിൻസിപ്പിളിനെ പറ്റിയിട്ട് പഠിക്കാം. എന്താണ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് പ്രിൻസിപ്പിൾ? ഒരു മെഷീൻ്റെ ഇലക്ട്രോ മാഗ്നറ്റിക് പ്രിൻസിപ്പിൾ എന്താണ്? നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ച അതേ പ്രിൻസിപ്പിൾ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് പ്രിൻസിപ്പിൾ എന്താ? നെക്സ്റ്റ് ഇലക്ട്രോ ഡൈനാമിക് ഇക്വേഷൻ ആൻഡ് ദ സൊല്യൂഷൻ. ഒരു ഇലക്ട്രോ ഡൈനാമിക് ഇക്വേഷനും അതിൻ്റെ സൊല്യൂഷൻ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക, യൂസിങ് ഡിഫറൻഷ്യൽ ഇക്വേഷനൊക്കെ വെച്ചിട്ട് എങ്ങനെ അതിന് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതുപോലെ റൊട്ടേഷൻ മോഷൻ സിസ്റ്റം, അതുപോലെ മ്യൂച്വലി കപ്പിൾഡ് കോയിൽസ്, ഒരു മ്യൂച്വലി ആയിട്ടുള്ള കപ്പിൾഡ് കോയിൽസിൽ അതിൻ്റെ ലോസസ് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. അതുപോലെ കൺസ്ട്രക്ഷൻ ഓഫ് DC മെഷീൻ, ഒരു DC മെഷീൻ്റെ കൺസ്ട്രക്ഷൻ, അതായത് ഡയറക്റ്റ് കറണ്ടിൽ ഒരു DC കറണ്ടിൽ വർക്ക് ചെയ്യുന്ന മെഷീൻസിൻ്റെ കൺസ്ട്രക്ഷൻ, ബോത്ത് മോട്ടർ ആൻഡ് ജനറേറ്റർ. പിന്നെ നെക്സ്റ്റ് എനർജി കൺവേർഷൻ, റൊട്ടേറ്റിംഗ് ഇലക്ട്രിക്കൽ മെഷീൻ, എഡ്ഡി കറണ്ട് ലോസസ്, ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷൻ കർവ് ഇൻ ദ എയർ ഗ്യാപ്പ്, ആർമേച്ചർ വൈൻഡിങ്, ലാപ്പ് ആൻഡ് വേവ് വൈൻഡിങ്, സെലക്ഷൻ ക്രൈറ്റീരിയ, ഈക്വലൈസർ, ഡമ്മി കോയിൽ. ഇത്രയാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഇതിന് 50% ആണ് ഇതിന് നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരിക, 50% ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ നമുക്ക് ഇതിന് റെഫറൻസ് ആയിട്ട് നമ്മൾ DC മെഷീൻസിന് റെഫറൻസ് ആയിട്ട് എടുക്കേണ്ട ബുക്ക് എന്ന് പറഞ്ഞാൽ ബിംബ്രൻ്റെ ഇലക്ട്രിക്കൽ മെഷീനറി എന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ട്, ഖാന പബ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ നാഗരാജ് ജെ ആൻഡ് DP കോത്താരിൻ്റെ തിയറി ഓഫ് AC മെഷീൻ, അതുമാണ് നമ്മൾ ഇതിൽ കൂടുതലായിട്ട് റെഫർ ചെയ്യേണ്ട ബുക്കുകൾ, ടെക്സ്റ്റ് ബുക്ക്. ഈ രണ്ട് ബുക്കുമാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഇത് നല്ല ബുക്കാണ്. ഇപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ PDF അവൈലബിൾ ആണ്. ഓൺലൈൻ നമുക്ക് ഇതിൻ്റെ PDF ആയിട്ട് കിട്ടും. അതുപോലെ നമുക്ക് ലൈബ്രറിയിൽ നിന്നൊക്കെ ഈ ബുക്ക് അവൈലബിൾ ആണ്. അതുപോലെ ഇന്ന് പാർട്ട് 1 ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 1 ഇലക്ട്രോ മാഗ്നറ്റിക് പ്രിൻസിപ്പിൾ ഓഫ് മെഷീൻ തൊട്ട് കൺസ്ട്രക്ഷൻ ഓഫ് DC മെഷീൻസ് വരെയാണ് പാർട്ട് 1 സെറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് പാർട്ട് 2 അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഫസ്റ്റ് എങ്ങനെയാണ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് പ്രിൻസിപ്പിൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് അറിയാം, നമ്മൾ ചെറുപ്പം മുതൽ തന്നെ പഠിച്ചിട്ടുണ്ട്, ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ സിസ്റ്റത്തിൽ ഇലക്ട്രിക്കൽ എനർജി കൊടുത്തു കഴിഞ്ഞിട്ട് അവിടെ എന്താണ് മെക്കാനിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത് യൂസിങ് അതിൻ്റെ ഇടയിൽ നമുക്കൊരു കപ്ലിംഗ് ഫീൽഡ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ എനർജി കൺവേർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എനർജീനെ ട്രാൻസ്ഫർ ചെയ്യുന്ന, അതായത് ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ സിസ്റ്റം ഒരു ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചിട്ട് എനർജിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, എനർജി കൺവേർഷൻ, റൊട്ടേറ്റിംഗ് ഇലക്ട്രിക്കൽ മെഷീൻ. അപ്പോൾ ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന ഈ മാഗ്നറ്റിക് ഫീൽഡിനെയാണ് നമ്മൾ കപ്ലിംഗ് ഫീൽഡ് എന്ന് പറയുന്നത്. അതായത് കപ്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇലക്ട്രിക്കലായിട്ടുള്ള ഭാഗവും മെക്കാനിക്കലായിട്ടുള്ള ഭാഗവും നമ്മൾ കപ്പിൾ ചെയ്യുന്ന ഇവിടെ കപ്ലിംഗ് നടക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പോൾ ആ ഭാഗത്തിനാണ് കപ്ലിംഗ് ഫീൽഡ് എന്ന് പറയുക. നമ്മൾ ഈ കപ്ലിംഗ് ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് നമുക്ക് ഇലക്ട്രിക്കൽ നിന്ന് മെക്കാനിക്കൽ സിസ്റ്റത്തിലേക്കുള്ള എനർജി കൺവേർഷൻ പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, ഇനി ഇലക്ട്രോ മെക്കാനിക്കൽ എനർജി നമ്മൾ ഒരു ഇലക്ട്രിക്കൽ എനർജി കൊടുത്തിട്ട് മെക്കാനിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് നമ്മൾ മോട്ടർ എന്ന് പറയും. അതായത് മോട്ടർ ഇപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന മോട്ടറുകൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളൊരു ഇലക്ട്രിക്കൽ എനർജിയാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്നു. അപ്പോൾ എന്താണ്, ഇലക്ട്രിക്കൽ മോട്ടർ നമ്മൾ പമ്പിലൊക്കെ നമ്മൾ മോട്ടർ ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ പമ്പ് എന്ത് ചെയ്യും, ആ എന്താണ് മോട്ടർ റൺ ചെയ്തിട്ട് പമ്പ് വർക്ക് ചെയ്തിട്ട് പമ്പ് എന്താണ് നമ്മൾ കിണറ്റിലുള്ള വെള്ളത്തിന് എന്താണ് ലിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ എന്താണ് ഇങ്ങനത്തെ ഒരു ഡിവൈസ്, അതായത് ഇലക്ട്രിക്കൽ എനർജി കൊടുത്തത് അതിൻ്റെ ഔട്ട്പുട്ട് മെക്കാനിക്കൽ എനർജി കിട്ടുന്ന ഡിവൈസസിനെയാണ് നമ്മൾ മോട്ടർ എന്ന് പറയുന്നത് ജനറലി. അതുപോലെ തന്നെ മെക്കാനിക്കൽ എനർജി കൊടുത്തിട്ട് ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് നമ്മൾ ജനറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ മോട്ടറും ജനറേറ്ററും നമ്മൾ രണ്ടും ഓപ്പോസിറ്റ് ആക്ഷനാണ് നടക്കുന്നത്. അതായത് കൺസ്ട്രക്ഷൻ ഒരു സെയിം ആണെങ്കിലും വർക്കിംഗ് പ്രിൻസിപ്പിളിന് വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ അറിയാം, നമുക്ക് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ
എന്താണ് ഫാരഡേസ് ലോ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്ക് അപ്പോൾ ജനറേറ്റർ മോട്ടറും തമ്മിലുള്ള മെയിൻ വ്യത്യാസം ഇതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിൽ പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് മെക്കാനിക്കൽ എനർജി നമ്മൾ പ്രൈം മൂവർ വെച്ചിട്ടാണ്, പ്രൈം മൂവറാണ് ഈ ഒരു ജനറേറ്ററിൻ്റെ കറക്കുക. ഈ ജനറേറ്ററിനെ കറക്കിയിട്ട് അവിടെ എന്താണ് ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ജനറേറ്ററിനെ കറക്കുന്നത് ഈ പ്രൈം മൂവറാണ്. അവിടെ പ്രൈം മൂവർ മെക്കാനിക്കൽ എനർജിയാണ് ഈ ജനറേറ്ററിന് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഇതിനാണ് എന്ത് പറയുന്നത്, നമ്മൾ ജനറേറ്റർ എന്ന് പറയുന്നത്. രണ്ട് ടൈപ്പ് ജനറേറ്റർ ഉണ്ട്. ഇലക്ട്രിക്കൽ എ സി ജനറേറ്റർ ഉണ്ട്, അല്ലെങ്കിൽ എ സി ജനറേറ്ററിന് വേറൊരു പേരാണ് ഓൾട്ടർനേറ്റർ. അതുപോലെ ഡി സി ജനറേറ്ററുണ്ട്. എ സി ജനറേറ്റർ നമുക്ക് ഔട്ട്പുട്ടിൽ എ സി കറണ്ടാണ്, അതായത് ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. സൈൻ വേവ്സിലുള്ള ഓൾട്ടർനേറ്റിംഗ് കറണ്ട് തരുമ്പോൾ ഡി സി മെഷീൻ നമുക്ക് തരുന്നത് ഡയറക്റ്റ് കറണ്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, ബേസിക് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളൊക്കെയാണ്. നമ്മൾ ഡിസൈൻ എങ്ങനെ ഒരു മോട്ടോർ ഡിസൈൻ ചെയ്യേണ്ട, വൈൻഡിങ് ഒക്കെ, അല്ലെങ്കിൽ ഒരു മെഷീൻസിനെ എങ്ങനെ ഡിസൈൻ ചെയ്യേണ്ട, വൈൻഡിങ് കൺസ്ട്രക്ഷനെ പറ്റിയിട്ടൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ഈ ഒരു സബ്ജക്റ്റിൽ അല്ലെങ്കിൽ ഈ ഒരു പേപ്പറിൽ നമ്മൾ ഡി സി മെഷീൻസും ട്രാൻസ്ഫോമറും പഠിക്കുന്നുണ്ട്. അപ്പോൾ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എ സി മെഷീൻസിനെയാണ് നമ്മൾ ട്രാൻസ്ഫോമർ. നമ്മൾ ഇലക്ട്രിക്കൽ മെഷീൻസിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുക. ഒന്ന് ജനറേറ്റർ, മോട്ടർ ആൻഡ് ട്രാൻസ്ഫോമർ. ഇതിൽ ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി ആർക്കാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മടി കൂടാതെ പറയാം, കാരണം അത് ട്രാൻസ്ഫോമറാണ്. ട്രാൻസ്ഫോമർ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ഫോമർ ഹയർ എഫിഷ്യൻസിയാണ്. ജനറേറ്ററിനെ മോട്ടറിനെ അപേക്ഷിച്ച് അതിന് ഹയർ എഫിഷ്യൻസിയാണ്, അതായത് 95% അബോവ് ആണ്. നമുക്കത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ എഫിഷ്യൻസി 95% അബോവ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രാൻസ്ഫോമറിന് എന്തുകൊണ്ടാണ് എനർജി കുറവ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ഫോമർ there is no rotating മെക്കാനിസം, അതായത് അപ്പോൾ റൊട്ടേഷൻ ലോസ് വളരെ കുറവാണ്. ഈ റൊട്ടേഷൻ ലോസ് കുറയും, അതായത് ഫ്രിക്ഷനും വൈൻഡേജ് ലോസ് അവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്താണ് ഈ ലോസസ് ഇവിടെ കുറഞ്ഞുകൊണ്ട് തന്നെ there is no മൂവിങ് പാർട്സ്, അതായത് റൊട്ടേഷനായിട്ടുള്ള പാർട്സുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ ലോസസ് കുറവാണ്, അതുകൊണ്ട് എഫിഷ്യൻസി കൂടും. അപ്പോൾ എന്താണ് ലോസസ് എന്ന് നമുക്ക് ഇവിടെ നമ്മൾ പഠിക്കേണ്ടത്, എന്താണ് ലോസസ്. അപ്പോൾ ഇവിടെ ഒരു ജനറേറ്ററിൻ്റെ വർക്കിംഗ് ആണ് ഇവിടെ പറയുന്നത്, അതായത് മെക്കാനിക്കൽ ഇൻപുട്ട്, അതിൻ്റെ ഒരു കപ്ലിംഗ് ഫീൽഡ് ഉണ്ടാവും, അത് ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് തരുകയാണെങ്കിൽ അത് ജനറേറ്റിംഗ് ഡിവൈസ് ആണ്. അവിടെ ഇലക്ട്രിക്കലാണ് ജനറേറ്റ് ചെയ്യുന്നത്, ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്നത് ഇലക്ട്രിക്കലാണ്. അതുപോലെ തന്നെ നമുക്ക് മോട്ടോറിംഗ് ഡിവൈസ് നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ ഇൻപുട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഇടയിൽ വരുന്നതാണ്. ഇതിനെ രണ്ടിനും ഇലക്ട്രിക്കൽ ഈ ഔട്ട്പുട്ടിനെയും ഇൻപുട്ടിനെയും കപ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കപ്ലിംഗ് ഫീൽഡ് വഴി നമുക്ക് മെക്കാനിക്കൽ ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ഡിവൈസസിനെ നമ്മൾ മോട്ടോറിംഗ് ഡിവൈസ് എന്ന് പറയും. ഇനി നമുക്ക് മോട്ടോറിൻ്റെ എനർജി ഇൻപുട്ട് എങ്ങനെയെന്ന് പഠിക്കാം. അപ്പോൾ ഇൻ കേസ് ഓഫ് മോട്ടർ ആണെങ്കിൽ ഒരു മോട്ടറും ജനറേറ്ററിൻ്റെ നമ്മുടെ എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഇൻ കേസ് ഓഫ് മോട്ടർ ആണെങ്കിൽ അതിൻ്റെ ടോട്ടൽ ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ എനർജിയാണ് നമ്മൾ മോട്ടറിന് കൊടുക്കുക അല്ലേ. അപ്പോൾ അതിൻ്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെക്കാനിക്കൽ എനർജി ഔട്ട്പുട്ടിൽ കിട്ടുന്നത് പ്ലസ് എന്താണ് ആ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ആ കപ്ലിംഗ് ഫീൽഡിൽ സ്റ്റോർ ചെയ്യുന്ന ടോട്ടൽ എനർജിനും പ്ലസ് ടോട്ടൽ എനർജി ഡിസിപ്പേഷൻ. അത് ഈ ടോട്ടൽ എനർജി ഡിസിപ്പേഷൻ ആണ് ഇവിടെ എന്തായിട്ട് എടുക്കുന്നത്, ഇവിടെ ലോസസ് ആയിട്ട് ഇരിക്കുന്നത്. അതുപോലെ ഇവിടെ എനർജി സ്റ്റോർ ചെയ്യുന്നതും ലോസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ലോസസിന് എഫിഷ്യൻസി മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ലോസസിനെയാണ്. അപ്പോൾ ലോസസ് കൂടുകയാണെങ്കിൽ എഫിഷ്യൻസി എന്തായിരിക്കും, കുറയും അല്ലേ. ലോസസ് കുറയുകയാണെങ്കിൽ എഫിഷ്യൻസി കൂടും. അതങ്ങനെ തന്നെയല്ലേ, നമ്മൾ കൊടുക്കുന്ന അതേ ഇൻപുട്ട് തന്നെ നമുക്ക് ഔട്ട്പുട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് 100% എഫിഷ്യൻസിയാണ്. അതിന് നമ്മൾ എന്ത് പറയുന്നത്, ഐഡിയൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മോട്ടർ ഐഡിയൽ ആകുമ്പോൾ എന്താണ്, കൊടുക്കുന്ന ഇൻപുട്ട് മൊത്തം എന്താണ് ഔട്ട്പുട്ടിൽ നമുക്ക് മെക്കാനിക്കൽ എനർജി ആയിട്ട് കിട്ടുകയാണെങ്കിൽ അത് എന്താണ് ഐഡിയലാണ്. ഐഡിയൽ ബേസിൽ മാത്രമാണ് അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഒരിക്കലും ഒരു മെഷീൻസും ഒരു ഡിവൈസസും ഐഡിയൽ അല്ല. ഓക്കെ, അത് നമ്മൾ അത് മനസ്സിലാക്കാം. പക്ഷെ നമ്മൾ പഠന ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഐഡിയൽ കണ്ടീഷൻ വെച്ചിട്ട് എന്തിനാണ് ഐഡിയൽ നമ്മൾ പഠിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടിനും കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് ഒരു ലോസസ് ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു ഐഡിയൽ മെഷീൻസിൻ്റെ വർക്കിങ്ങും ഐഡിയൽ അല്ലാത്ത മെഷീൻസിൻ്റെ വർക്കിങ്ങും നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐഡിയൽ ആദ്യം നമ്മൾ പഠിക്കുന്നത്. അതുപോലെ തന്നെ ജനറേറ്ററിലാണെങ്കിൽ അവിടെ നമ്മൾ കൊടുക്കുന്നത് മെക്കാനിക്കൽ എനർജിയാണ് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. ഇതിൽ ഔട്ട്പുട്ടിൽ കിട്ടുന്നത് ഇലക്ട്രിക്കൽ എനർജിയാണ് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. അതിലും എന്തുണ്ട്,
എനർജി ഡിസിപ്പേഷനും ഉണ്ട്, അവിടെ ഈ കപ്ലിംഗ് ഫീൽഡ് ഉണ്ടായതുകൊണ്ട് അവിടെ എനർജി സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഒരു ഇക്വേഷൻ ആയിട്ട് നമുക്ക് എഴുതാനാണ് WEI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി ഇൻപുട്ടിനെയാണ് WEI എന്ന് പറയുന്നത്, WMA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെക്കാനിക്കൽ എനർജി ഔട്ട്പുട്ടിനെയാണ് WMO എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ടോട്ടൽ എനർജി ഡിസിപ്പേഷൻ നമുക്ക് കാണുകയാണെങ്കിൽ എനർജി ഡിസിപ്പേറ്റ് മെക്കാനിക്കൽ സിസ്റ്റം ആൻഡ് ഇലക്ട്രിക്കൽ സർക്യൂട്ട് ആസ് ഓമിക് ലോസസ്. ഓമിക് ലോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ I²R ലോസസിനെയാണ് എന്ത് പറയുന്നത്, ഓമിക് ലോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ എനർജി ഡിസിപ്പേഷൻ ഇൻ മാഗ്നറ്റിക് കോർ, അതായത് മാഗ്നറ്റിക് കോറിൽ എനർജി ഡിസിപ്പേഷൻ ഉണ്ടാവും, അതിനാണ് കോർ ലോസ് എന്നൊക്കെ പറയുന്നത്. എനർജി ഡിസിപ്പേഷൻ ഇൻ അതിൻ്റെ കപ്ലിംഗ് ഫീൽഡിന് ഉണ്ടാകുന്ന എനർജി ഡിസിപ്പേഷൻ. അപ്പോൾ അതിനാണ് ടോട്ടൽ എനർജി ഡിസിപ്പേഷൻ. അതിന് 3 എനർജി ഡിസിപ്പേഷൻ. അപ്പോൾ ഇവിടെ നോക്കൂ, WI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ WM പ്ലസ് എന്താണ് WES പ്ലസ് WMS. ഇവിടെ നോക്കുക, ഇലക്ട്രിക്കൽ ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെക്കാനിക്കൽ ഔട്ട്പുട്ട് പ്ലസ് ഇലക്ട്രിക്കൽ ലോസസ് പ്ലസ് മെക്കാനിക്കൽ സിസ്റ്റത്തിൽ വരുന്ന ലോസസിന് ഇതും കൂടി ഇതിൻ്റെയൊക്കെ സമ്മാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫൈനലായിട്ടുള്ള ഇക്വേഷൻ നമുക്ക് എഴുതാം. ഇലക്ട്രിക്കൽ ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെക്കാനിക്കൽ ഔട്ട്പുട്ട് പ്ലസ് WMEC എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ ഔട്ട്പുട്ട് പ്ലസ് എന്താണ് ഫീൽഡിൽ വരുന്ന ബാക്കി ലോസസിനെയാണ് എന്ത് പറയുന്നത്. അപ്പോൾ ലോസസ് പ്ലസ് മെക്കാനിക്കൽ ഔട്ട്പുട്ട്, ലോസസ് പ്ലസ് ഔട്ട്പുട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടിയിൽ നമുക്ക് ഒരു സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ഒരു മോട്ടറിൻ്റെ എങ്ങനെയാണ് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇലക്ട്രിക്കൽ സിസ്റ്റം, അതായത് ഇലക്ട്രിക്കൽ സിസ്റ്റം ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും സോഴ്സാണ്. ഇവിടെ സോഴ്സ് നമുക്ക് മേ ബി ബാറ്ററി ആവാം, അല്ലെങ്കിൽ ജനറേറ്റർ ആവാം, എന്തോ ഇലക്ട്രിക്കൽ വോൾട്ടേജ് ഇലക്ട്രിക്കൽ എനർജി സപ്ലൈ ചെയ്യുന്ന ഏത് സിസ്റ്റം ആണെങ്കിലും നമുക്കിവിടെ എടുക്കാം. അതുപോലെ തന്നെ ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യാണ്, കറണ്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് ഒരു റെസിസ്റ്റൻസ്, അതായത് ഈ വൈൻഡിങ്ങിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. ഇതിനാണ് നമ്മൾ I²R ലോസ് എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ കോപ്പർ ലോസ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇവിടെ കോപ്പർ ലോസ് ഇലക്ട്രിക്കൽ ലോസസ് വരുന്നു. പിന്നെ അത് കപ്ലിംഗ് ഫീൽഡിൽ, അതായത് മാഗ്നറ്റിക് ഫീൽഡിൽ ഇവിടെ കപ്ലിംഗ് ഫീൽഡ് ലോസസ് ഉണ്ടാവും. ഇതിന് നമ്മൾ വേറൊരു പേരിൽ പറയും മാഗ്നറ്റിക് ലോസസ് എന്ന് അറിയപ്പെടുന്നുണ്ട്. അതുപോലെ നെക്സ്റ്റ് എന്താണ് ഒരു മെക്കാനിക്കൽ ലോസസ് ആണ്. മെക്കാനിക്കൽ ലോസസ് അതായത് കപ്ലിംഗ് ഫീൽഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ റൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്തു, മോട്ടറിൻ്റെ റൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ വൈൻഡേജ് ലോസസും ഫ്രിക്ഷൻ ലോസസും ഉണ്ടാവും. അപ്പോൾ ഫ്രിക്ഷൻ ലോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൊട്ടേറ്റിംഗ് മെഷീനിലാണ് നമ്മൾ കൂടുതലായിട്ട് ഫ്രിക്ഷൻസ് ലോസസ് അല്ലെങ്കിൽ ബിയറിംഗ് ലോസസ് ഒക്കെ കാണും. ഇതിനാണ് ബോൾ ബിയറിംഗ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യലുണ്ട് നമ്മൾ മെക്കാനിക്കൽ സിസ്റ്റത്തിൽ വരുന്ന ലോസസ് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഫ്രിക്ഷൻ ലോസസ് പ്ലസ് എന്താണ് വൈൻഡേജ് ലോസസ് ആണ്, അതിനെ നമ്മൾ പറയുന്നത് മെക്കാനിക്കൽ ലോസസ് ആണ്. അപ്പോൾ ഇത്രയും ലോസസ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എനർജി എവിടേക്ക് സപ്ലൈ ചെയ്യും, ആ മെക്കാനിക്കൽ സിസ്റ്റത്തിലേക്ക് സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ മെക്കാനിക്കൽ സിസ്റ്റം പറഞ്ഞാൽ ഇവിടെ എന്താണ് മോട്ടർ റൊട്ടേറ്റിംഗ് മോഷനിലായിരിക്കും, റൊട്ടേഷൻ മോഷനിലായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു മോട്ടറിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഇത് ജനറേറ്ററായിട്ട് നമുക്ക് നേരെ തിരിച്ചിട്ട് നമ്മൾ ഇത് നേരെ തിരിച്ചു വന്നിട്ടുണ്ട്, എന്തായി ജനറേറ്ററായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ജനറേറ്ററും മോട്ടറും തമ്മിൽ. ഇതിന് നേരെ റിവേഴ്സ് പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജനറേറ്റർ എന്ന് പറയുന്നത്. അതായത് ഒരു മെക്കാനിക്കൽ സിസ്റ്റം ഉണ്ടാവും, അവിടെ വിൻഡേജ് ലോസസും ഫ്രിക്ഷൻ ലോസസും ഉണ്ടാവും, അവിടെ കപ്ലിംഗ് ഫീൽഡ് ഉണ്ടാവും. നെക്സ്റ്റ് ആ ഇലക്ട്രിക്കൽ ഇവിടെ നമുക്ക് ഇലക്ട്രിക്കൽ സിസ്റ്റം അതായത് ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. നേരെ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഇതെന്തായി ഒരു ജനറേറ്ററായി. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ലോസസ് ആണ് നോക്കേണ്ടത്. മെയിനായിട്ട് 3 തരത്തിലുള്ള ലോസസ് ആണ്. ഒന്ന് കോപ്പർ ലോസ് വൈൻഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്. രണ്ടാമത്തെ പറഞ്ഞാൽ കോർ ലോസസ്. അപ്പോൾ കോർ ലോസസ് വേറെ പേരാണ് അയൺ ലോസസ്. കോറിലുണ്ടാകുന്ന ലോസസിനാണ് നമ്മൾ കോർ ലോസ്. എന്താണ് കോർ എന്ന് നമ്മൾ നെക്സ്റ്റ് നമ്മൾ പഠിക്കും, അതിൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ നെക്സ്റ്റ് പിന്നെ വരുന്ന കപ്ലിംഗ് ഫീൽഡിൽ വരുന്ന ലോസസ്, അതായത് കപ്ലിംഗ് ഫീൽഡിൽ വരുന്ന ഇതിൻ്റെ മാഗ്നറ്റിക് ലോസസ് എന്ന് പറയും. നെക്സ്റ്റ് നമ്മൾ ഫ്രിക്ഷൻ ആൻഡ് വൈൻഡേജ് ലോസസ് ആണ്. അതിന് പറയുന്ന പേരാണ് മെക്കാനിക്കൽ ലോസസ്. അപ്പോൾ ഇത്തരം ലോസസ് ആണ്. ഈ ലോസസ് മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന എഫിഷ്യൻസി. ലോസസ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എഫിഷ്യൻസി കുറയും. അപ്പോൾ എഫിഷ്യൻസിനെയാണ് ഇത് കാര്യമായിട്ട് ബാധിക്കുന്നത്. അപ്പോൾ ഒരു മെഷീൻസ് നമ്മൾ ഇതാക്കുമ്പോൾ ലോസസ് മിനിമം ആയിട്ടുള്ള മെഷീൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൺസ്ട്രക്ഷനിൽ തന്നെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുന്നത് നമുക്ക് നെക്സ്റ്റ് DC മെഷീൻ്റെ കൺസ്ട്രക്ഷനിൽ വരുമ്പോൾ നമ്മൾ അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് തിയറി ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് സിസ്റ്റത്തിൻ്റെ തിയറി. ഇത്രയാണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് DC ജനറേറ്ററിൻ്റെ ക്ലാസിഫിക്കേഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് DC ജനറേറ്റർ നമുക്ക് ക്ലാസിഫൈ ചെയ്യാമെന്നാണ് ഈ ഒരു ഭാഗത്തിൽ പറയുന്നത്. അപ്പോൾ DC ജനറേറ്ററിനെ മെയിനായിട്ട് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ്
DC generator എന്നും രണ്ടാമത് സെൽഫ് എക്സൈറ്റഡ് DC generator എന്നും. സെൽഫ് എക്സൈറ്റഡ് DC generatorനെ അഗെയിൻ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: സീരീസ്, ഷണ്ട് ആൻഡ് കോമ്പൗണ്ട്. കോമ്പൗണ്ട് ജനറേറ്ററിനെ അഗെയിൻ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ലോങ് ഷണ്ട് ആൻഡ് ഷോർട്ട് ഷണ്ട്. ഓക്കെ, ഇതിൻ്റെ എങ്ങനെയാണ് സീരീസ് ജനറേറ്ററിൻ്റെ കണക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർമേച്ചറും ഫീൽഡും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നതാണ് സീരീസ് ജനറേറ്റർ എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്റ്റാർട്ടിങ് ടോർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ സ്റ്റാർട്ടിങ് ടോർക്ക് ആയിരിക്കും. അതുപോലെ തന്നെ സീരീസ് ജനറേറ്റർ, DC സീരീസ് ജനറേറ്റർ നമ്മൾ ട്രാക്ഷൻ പർപ്പസിലാണ് ഉപയോഗിക്കുന്നത്. അതായത് ട്രെയിനിൻ്റെ ട്രാക്ഷൻ പർപ്പസിലും പിന്നെ കൂടുതൽ ലിഫ്റ്റ്, ക്രെയിൻ അങ്ങനെ ഹെവി ആപ്ലിക്കേഷൻ, അതായത് ഹൈ ടോർക്ക് വരുന്ന ആപ്ലിക്കേഷനിലാണ് നമ്മൾ സീരീസ് ജനറേറ്റർ കൂടുതൽ ഉപയോഗിക്കുക. ഇനി ഷണ്ട് ജനറേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർമേച്ചറും ഫീൽഡും ഷണ്ടായിട്ട് കണക്ട് ചെയ്യുക, അതായത് ഷണ്ട് മീൻസ് പാരലായിട്ട് കണക്ട് ചെയ്യുന്നതിനാണ് അപ്പോൾ ഷണ്ട് ജനറേറ്റർ. ഇത് മീഡിയം സ്റ്റാർട്ടിംഗ് ടോർക്ക് ആയിരിക്കും. അപ്പോൾ ഒരു മീഡിയം സ്പീഡ് ഓപ്പറേഷനോ അതായത് ഒരു മീഡിയം ലോഡ് ഓപ്പറേഷൻസോ ഉണ്ടെങ്കിൽ ഷണ്ട് ജനറേറ്റർ ഉപയോഗിക്കും. അതായത് നെക്സ്റ്റ് കോമ്പൗണ്ട് ജനറേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീരീസിൻ്റെയും ഷണ്ടിൻ്റെയും കോമ്പിനേഷൻ ആയിരിക്കും. അതിൽ ലോങ് ഷണ്ടും ഷോർട്ട് ഷണ്ടും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഒരു DC ജനറേറ്ററിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്കതിൻ്റെ ഒരു DC മെഷീൻ്റെ കൺസ്ട്രക്ഷൻ നമുക്ക് നോക്കാം. DC മെഷീനിൽ DC മോട്ടറിനും ജനറേറ്ററിനും സെയിം കൺസ്ട്രക്ഷനാണ്, ബട്ട് വർക്കിംഗ് പ്രിൻസിപ്പിളിൽ നമുക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൺസ്ട്രക്ഷൻ എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മെയിനായിട്ട് ഒരു DC മെഷീനിൽ 7 പാർട്സാണുള്ളത്. ഫസ്റ്റ് വൺ മാഗ്നറ്റിക് ഫ്രെയിം ഓർ യോക്ക്. മാഗ്നറ്റിക് ഫ്രെയിം ഓർ യോക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഏറ്റവും പുറമേ കാണുന്ന ഈ ഒരു ഭാഗത്തിനെയാണ് എന്ത് പറയുന്നത് മാഗ്നറ്റിക് ഫ്രെയിം ഓർ യോക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോൾ കോഴ്സ് ആൻഡ് പോൾ ഷൂസ്. ഈ ഒരു ഭാഗത്താണ് എന്ത് പറയുന്നത് പോൾസ് കോഴ്സ് ആൻഡ് പോൾ ഷൂസ് എന്ന് പറയുന്നത്. ഇതാണ് ഫീൽഡ് പോൾസ്. ഈ ഫീൽഡ് പോൾസ് എന്ന് പറയുന്നത് സ്റ്റേഷനറി ആയിട്ടുള്ള ഭാഗമായിരിക്കും. ഈ ഫീൽഡ് പോൾസിലായിരിക്കും നമ്മൾ ഫീൽഡ് വൈൻഡിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് വന്ന് പോൾ കോഴ്സ്, അതായത് ഫീൽഡ് വൈൻഡിങ് ആണ് നെക്സ്റ്റ് വൺ വരുന്നത്. അടുത്തത് ആർമേച്ചർ കോർ. ഇതാണ് ആർമേച്ചർ കോർ. ഈ ആർമേച്ചർ കോറിലാണ് നമ്മൾ ആർമേച്ചർ കണ്ടക്ടേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ കമ്മ്യൂട്ടേറ്റർ. ഈ ഒരു ഭാഗത്തിനാണ് എന്ത് പറയുന്നത് കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബ്രഷസ് ആൻഡ് ബിയറിങ്സ്. ഇതാണ് ഒരു ബ്രഷസ്. ഇവിടെ ബ്രഷസ് ഉണ്ട്. ഈ ബ്രഷസ് വഴിയാണ് നമുക്ക് ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന EMF കാരണം ഉണ്ടാകുന്ന കറണ്ടിനെ നമ്മൾ എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് എടുക്കുന്നത് ഈ ബ്രഷസ് വഴിയാണ്. ഇത് ഷാഫ്റ്റിലാണ് ഈ ആർമേച്ചർ നമ്മൾ വെക്കുന്നത് ഈ ഷാഫ്റ്റിലാണ്. ഈ ഷാഫ്റ്റും ഈ ആർമേച്ചർ കറങ്ങുന്നതിനോടൊപ്പം നമ്മൾ ഷാഫ്റ്റും നമുക്ക് കറങ്ങുന്നതായിട്ട് കാണാം. നെക്സ്റ്റ് ഒരു DC മെഷീൻ്റെ മെയിനായിട്ടുള്ള 2 പാർട്സാണ്. ഒന്ന് സ്റ്റേറ്റർ പാർട്സും രണ്ടാമത്തെ റോട്ടർ പാർട്സും. സ്റ്റേറ്റർ പാർട്സിൽ നമുക്ക് സ്റ്റേഷനറി ആയിട്ടുള്ള ഒരു മെഷീനിലെ സ്റ്റേഷനറി ആയിട്ടുള്ള എല്ലാ പാർട്സിനെയും നമ്മൾ സ്റ്റേറ്റർ പാർട്സിൽ നമുക്ക് ഉൾപ്പെടുത്താം. നമ്മൾ ഫീൽഡ് ഒരു സ്റ്റേറ്റർ പാർട്സാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു പാർട്സാണ് റോട്ടർ പാർട്സ്. അപ്പോൾ റോട്ടർ പാർട്സിൽ നേരത്തെ പറഞ്ഞത് നേരെ ഓപ്പോസിറ്റ്, അതായത് റൊട്ടേറ്റിംഗ് പാർട്സ്, ഒരു മെഷീൻ്റെ റൊട്ടേറ്റിംഗ് പാർട്സൊക്കെ നമുക്ക് റോട്ടറിൽ നമുക്ക് ഉൾപ്പെടുത്താം. ഈ ആർമേച്ചറൊക്കെ നമുക്ക് റോട്ടറിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് കാണാം. ഒരു മെഷീനിൻ്റെ റോട്ടറിൻ്റെ എക്സാമ്പിളാണ് ആർമേച്ചർ എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ഫിഗറിൻ്റെ ഒരു വേറെ ടൈപ്സ് ഒരു ഫിഗറാണ് ഇത്. ഇനി അത് നമുക്ക് കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം. ഫസ്റ്റ് നമുക്ക് യോക്ക് എന്താണെന്ന് പറയാം. യോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മെഷീൻ്റെ ഏറ്റവും പുറമേ കാണുന്ന ആ ഒരു ഭാഗത്തിനാണ് നമ്മൾ യോക്ക് എന്ന് പറയുന്നത്. യോക്കിന് 2 പർപ്പസാണുള്ളത്. ഫസ്റ്റ് വൺ പ്രൊവൈഡ്സ് മെക്കാനിക്കൽ സപ്പോർട്ട്സ്. അതായത് ഒരു പ്രൊട്ടക്റ്റിംഗ് കവറായിട്ട് ആക്ട് ചെയ്യും. അതൊരു മെക്കാനിക്കൽ സപ്പോർട്ട്, അതായത് പുറത്തുനിന്ന് എന്തെങ്കിലും ഇഞ്ചുറീസ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു മെക്കാനിക്കൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്റ്റിംഗ് കവറായിട്ട് ആക്ട് ചെയ്യുന്നത് യോക്ക് ആണ്. അല്ലെങ്കിൽ യോക്കിൻ്റെ വേറൊരു പേരാണ് മാഗ്നറ്റിക് ഫ്രെയിം എന്ന് പറയുന്നത്. രണ്ടാമത്തെ പർപ്പസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ക്യാരീസ് എ മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ പോൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സിനെ ക്യാരി ചെയ്യുന്നതും യോക്കാണ്. അപ്പോൾ യോക്കിൻ്റെ കൺസ്ട്രക്ഷൻ, അതായത് ഏത് മെറ്റീരിയൽ കൊണ്ടാണ് യോക്ക് ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്മാൾ ജനറേറ്റർ ആണെങ്കിൽ കാസ്റ്റ് അയൺ നമ്മൾ ഉപയോഗിക്കും. ലാർജ്
മെഷീൻസ് ആണ്. കാസ്റ്റ് സ്റ്റീലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വൺ പോൾ കോഴ്സ് ആൻഡ് പോൾ ഷൂസ്. പോൾസ് കോഴ്സ് ഫീൽഡ് മാഗ്നറ്റിൻ്റെ 2 പാർട്സ് ആണ് പോൾസ് കോഴ്സും പോൾ ഷൂസും. ഇതിൽ പോൾ ഷൂസിന് 2 പർപ്പസാണ് ഉള്ളത്. ഒന്നാമത്തെ പർപ്പസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയർ ഗ്യാപ്പിലോട്ട് ഫ്ലെക്സിനെ സ്പ്രെഡ് ചെയ്യിപ്പിക്കുന്നത് പോൾ ഷൂ ആണ്. അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് കോയിൽസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോൾ ഷൂസ് ഉപയോഗിക്കും. പോൾസ് കോഴ്സിൻ്റെ കൺസ്ട്രക്ഷൻ കാസ്റ്റ് സ്റ്റീൽ അല്ലെങ്കിൽ കാസ്റ്റ് അയൺ കൊണ്ടാണ് നമ്മൾ പോൾസ് കോഴ്സ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇനി പോൾസ് ഷൂസ് ലാമിനേറ്റ് ചെയ്തിട്ടുണ്ടാവും. പോൾ ഷൂ നമുക്ക് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് മൊത്തം ലാമിനേറ്റ് ചെയ്തതുപോലെ നമുക്ക് കാണാൻ സാധിക്കും. 0.25 mm അല്ലെങ്കിൽ 1 mm to 0.25 mm ഇതിൻ്റെ ലാമിനേഷൻ്റെ തിക്നെസ് ഉണ്ടാവുക. ഓക്കെ, ഇതാണ് ഒരു പോൾ ഷൂസ് അല്ലെങ്കിൽ പോൾസ് കോഴ്സ്. ഇതിൽ നമ്മൾ എക്സൈറ്റിംഗ് കോയിൽസ് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് എക്സൈറ്റിംഗ് കോയിൽസ് ഉണ്ടാവും. അതുപോലെ തന്നെ ലാമിനേറ്റ് പോൾസ് കോഴ്സ്, ലാമിനേറ്റ് പോൾ ഷൂ, എല്ലാതും പോൾ കോഴ്സും പോൾ ഷൂസും നമുക്ക് ലാമിനേറ്റ് ചെയ്ത പോലെ നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് ഫീൽഡ് വൈൻഡിങ് അല്ലെങ്കിൽ നമുക്ക് പോൾസ് കോയിൽസ് എന്ന് പറയാം. ഫീൽഡ് വൈൻഡിങ്ങിൻ്റെ വേറൊരു പേരാണ് ഫീൽഡ് കോയിൽസ്. ഫീൽഡ് കോയിൽസിൽ നമ്മൾ കോപ്പർ വയർ അല്ലെങ്കിൽ സ്ട്രിപ്പാണ് ഉപയോഗിക്കുക. ഇതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മെഷീനിലെ മാഗ്നറ്റിക് ഫ്ലക്സ് ഈ ഫീൽഡ് വൈൻഡിങ്, അതായത് മാഗ്നറ്റിക് ഫ്ലക്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നത് ഈ ഫീൽഡ് വൈൻഡിങ് ആണ്. ഓക്കെ, ഇതാണ് ഒരു ഫീൽഡ് വൈൻഡിങ്ങിൻ്റെ ഒരു പിക്ചറാണ് നമ്മൾ ഈ കാണാൻ സാധിക്കുന്നത്. ഈ ഭാഗമാണ് എന്ന് പറയുന്നത് ഫീൽഡ് വൈൻഡിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ആർമേച്ചർ കോർ എന്താണെന്ന് നോക്കുക. ആർമേച്ചർ കോറാണ് നമ്മളൊരു ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സിനെ നമ്മൾ കട്ട് ചെയ്യുന്നത് ആർമേച്ചർ കോറാണ്. ആർമേച്ചർ കോറിൽ നമ്മൾ സ്ലോട്ട്സുകൾ കാണാൻ സാധിക്കും. ഈ സ്ലോട്ട്സിലാണ് ഇതാണ് സ്ലോട്ട്സ്. ഈ സ്ലോട്ട്സിലാണ് നമ്മൾ കണ്ടക്ടർ പ്ലേസ് ചെയ്യുന്നത്. ഈ സ്ലോട്ടിലാണ് നമ്മൾ കണ്ടക്ടർ പ്ലേസ് ചെയ്യുന്നത്. ഈ സ്ലോട്ടിലാണ് ഇവിടെയാണ് ഈ കണ്ടക്ടറിലാണ് നമ്മൾ നമ്മുടെ EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്. ഫീൽഡിൽ നിന്ന് വരുന്ന ഫ്ലക്സിനെ കട്ട് ചെയ്യുന്നത് ഈ കണ്ടക്ടറാണ്. ഈ EMF ഇൻഡ്യൂസ് ചെയ്യുന്നതും ഈ സെയിം കണ്ടക്ടറിൽ തന്നെ ആയിരിക്കും. ഇത് നമുക്ക് ഇതിൽ നിങ്ങൾ ഇതിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിലിണ്ടറിക്കൽ ഓർ ഡ്രം ഷേപ്പിലാണ് ഇത് കാണാൻ പറ്റുക. ഇതും നമുക്ക് ഒരു ഷീറ്റ് സ്റ്റീൽ അല്ലെങ്കിൽ ഷീറ്റ് സ്റ്റീൽ ഡിസ്ക് ഉപയോഗിച്ചിട്ട് അത് ലാമിനേറ്റ് ചെയ്തിട്ട് കാണാം. ഇതിൻ്റെ ഒരു തിക്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.5 mm തിക്നെസ്സിലാണ് ഇത് നമുക്ക് ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ ഇവിടെ കീ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ കീ ആണ് ഈ ഷാഫ്റ്റിലേക്ക് കീ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കീവേ നമ്മൾ ഈ ഒരു ആർമേച്ചർ കോറിൽ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് ആർമേച്ചർ വൈൻഡിങ് എന്താണെന്ന് നോക്കാം. ഒരു മെഷീനിൻ്റെ കറൻറ്റ് ക്യാരി ചെയ്യുന്ന ഭാഗത്തിനാണ് നമ്മൾ ആർമേച്ചർ വൈൻഡിങ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ആർമേച്ചർ വൈൻഡിങ്ങിനാണ് ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് അല്ലെങ്കിൽ കൗണ്ടർ EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്. ഈ ആർമേച്ചറിൽ ഉണ്ടാകുന്ന കറൻറ്റിനെയാണ് നമ്മൾ ആർമേച്ചർ കറൻറ്റ് എന്ന് പറയുന്നത്. ഈ വൈൻഡിങ്ങിൻ്റെ ലൊക്കേഷൻ അതിൻ്റെ മെഷീൻസ് ഏത് ടൈപ്പാണോ ആ മെഷീൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നെക്സ്റ്റ് വൺ കമ്മ്യൂട്ടേറ്ററാണ്. കമ്മ്യൂട്ടേറ്റർ നമ്മൾ ഒരു ഒരു സിലിണ്ടറിൽ നമ്മൾ സിലിണ്ടറിക്കൽ ഡ്രം പോലത്തെ ഒരു ഷേപ്പിലാണ് നമുക്ക് കമ്മ്യൂട്ടേറ്റർ കാണാൻ സാധിക്കുക. ഇത് ഷാഫ്റ്റിന് അലോങ് ആയിട്ടായിരിക്കും കമ്മ്യൂട്ടേറ്ററിൻ്റെ സ്ഥാനം. ഇതിൻ്റെ ഫങ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ AC EMFനെ അതായത് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന AC EMFനെ DC ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമ്മ്യൂട്ടേറ്റർ ഉപയോഗിക്കുന്നത്. അതായത് കൺവേർഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ കമ്മ്യൂട്ടേറ്റർ ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആർമേച്ചർ അതിനെ കട്ട് ചെയ്യുമല്ലോ. ഈ കട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ AC EMF ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ AC EMFനെ എക്സ്റ്റേണലായിട്ട് നമ്മൾക്ക് കിട്ടുമ്പോൾ അത് DC ആയിട്ട് മാറ്റുന്നുണ്ട്.
അപ്പോൾ ഈ ഡി സി ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമ്മ്യൂട്ടേറ്റർ ഉപയോഗിക്കുന്നത്. ഈ കമ്മ്യൂട്ടേറ്ററിൻ്റെ മെറ്റീരിയൽ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോപ്പറാണ് ഉപയോഗിക്കുന്നത്. ഈ കോപ്പർ ആയിട്ട് ഉപയോഗിക്കുന്ന ഇതിൻ്റെ സെഗ്മെൻറ്റിൽ രണ്ടും കൂടി ഇൻസുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൈക്കിൻ്റെ ഷീറ്റ് നമ്മൾ ഈ ഓരോ കോപ്പർ സെഗ്മെൻറ്റിൻ്റെ ഇടയിലും നമ്മൾ മൈക്കിൻ്റെ ഷീറ്റ് പ്ലേസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ബ്രഷസ് ആൻഡ് ബിയറിങ്സ് ആണ്. ബ്രഷസ് എന്തിനാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കമ്മ്യൂട്ടേറ്ററിൽ നിന്ന് വരുന്ന കറണ്ടിനെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രഷസ് ഉപയോഗിക്കുന്നത്. ഈ ഫിഗറിൽ നിങ്ങൾ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിൽ കാണുന്ന ഇതിനെയാണ് എന്ത് പറയുന്നത്, കമ്മ്യൂട്ടേറ്റർ ബ്രഷസ് എന്ന് പറയുന്നത്. ഇത് കമ്മ്യൂട്ടേറ്ററിൽ നിന്ന് വരുന്ന കറണ്ടിനെ കളക്ട് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് ബ്രഷസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ കോപ്പർ അല്ലെങ്കിൽ കാർബൺ അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ മോസ്റ്റ് ഓഫ് മെഷീൻസിൽ കൂടുതലായിട്ടുള്ള മെഷീൻസിൽ നമ്മൾ ഗ്രാഫൈറ്റിൻ്റെ ബ്രഷാണ് ഉപയോഗിക്കുന്നത്. ഇനി ബിയറിംഗ് എന്തിനാണ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ബിയറിങ്ങിൻ്റെ പർപ്പസ് എല്ലാവർക്കും അറിയാം. അതായത് ഫ്രിക്ഷനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്തിട്ട് ഒരു സ്മൂത്ത് ഓപ്പറേഷൻ DC മെഷീന് പ്രൊവൈഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബിയറിങ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും ഭാഗമാണ് നമ്മളെ ഒരു DC മെഷീൻ്റെ നമുക്ക് കൺസ്ട്രക്ഷനിലായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷൻ്റെ എയർ ഗ്യാപ്പ്, അതായത് ഒരു 2 പോൾ മെഷീനിൽ ഉണ്ടാകുന്ന ഫ്ലക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് നോക്കാം. അത് നമ്മൾ സെക്കൻഡ് പാർട്ടിൽ ഈ ഒരു വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടിൽ ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട്, അതായത് മൊഡ്യൂൾ 1ൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.